ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ അവളെ അതായത് ശ്രുതിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജ്യൂസ് ശ്രുതി എടുത്ത് കുടിക്കുന്നതും അങ്ങനെ ഒരേ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രുതി കൊണ്ടുവച്ച ചുക്ക് കഷായം നമ്മുടെ അശ്വിൻ എടുത്ത് കുടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിനെ ശ്രുതി റൂമിൽ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവിടേക്ക് ചേച്ചി ചെല്ലുന്നുണ്ട്. ചേച്ചി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല ചേച്ചി, എനിക്കൊരു മനസ്സിനൊരു സുഖമില്ല എന്നപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി നിനക്ക് കല്യാണക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചപ്പോൾ, ഇല്ല എനിക്ക് അശ്വിനെ സോറി ശ്യാം സാറിനെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് ഭർത്താവിൻ്റെ സ്ഥാനത്ത് എനിക്ക് കാണാൻ കഴിയുന്നില്ല ചേച്ചി. എൻ്റെ മനസ്സിലിപ്പോൾ ചേച്ചിയും അച്ഛയും അമ്മയും മാത്രമേ ഉള്ളൂ. നിങ്ങളായിട്ടുള്ള ജീവിതം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, ചേച്ചിയുടെ വിവാഹം മുടങ്ങിയതിൽ ഞങ്ങൾ എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്ന് ചേച്ചി കണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്നൊരു വിവാഹം വേണ്ടാന്നാണ് പറയുന്നത്, ആലോചിക്കുന്നത്. നിങ്ങൾ എന്നെ നിർബന്ധിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, ശരി നീ എന്നെ ഞാനായിട്ട് നിർബന്ധിക്കില്ല, നീ നിൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്തോളൂ, നിൻ്റെ മനസ്സിൽ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നീ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ നിനക്ക് ഉചിതമായി തോന്നുന്ന തീരുമാനം നീ എടുക്കാനൊക്കെ പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ശ്രുതി കുളിച്ച് നല്ല സുന്ദരിയായി കഴിഞ്ഞിട്ട് തലയിലൊക്കെ കെട്ടി അമ്പലത്തിൽ നിന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. പ്രസാദമൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട്. പ്രസാദമൊക്കെ ആയിട്ട് വരുന്നത്. ചേച്ചി എനിക്കൊരു ഷാളിലാണ്ടിരിക്കുന്നുണ്ടായി. ചേച്ചി ഇന്നലെ എന്നെ ഇത്രയും ഉപദേശിച്ചിട്ട് ചേച്ചി എന്തെങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചപ്പോൾ, ഒന്നുമില്ല, എനിക്ക് കുളിക്കാനൊന്നും തോന്നുന്നില്ല ശ്രുതി എന്ന് പറഞ്ഞപ്പോൾ, അതെന്താ അങ്ങനെ, ചേച്ചിക്ക് അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ടില്ല, ഇന്ന് ദീപാവലിയും നമ്മുടെ അച്ഛൻ്റെ പിറന്നാളുണ്ട്, നമ്മൾ പാലക്കാട് വെച്ച് എങ്ങനെയായിരുന്നോ അതുപോലെ ആയിരിക്കണം ഇപ്പോഴും, അതിലൊരു മാറ്റം ഉണ്ടാവരുത്, അച്ഛയ്ക്ക് പായസം വെച്ച് കൊടുക്കണം, അതുപോലെ തന്നെ അച്ഛന് പുതിയ വസ്ത്രം ധരിപ്പിക്കണം, അങ്ങനെ പോകണം, അങ്ങനെ ആയിരിക്കണം ഇന്നത്തെ കാര്യങ്ങൾ, എനിക്കെങ്കിൽ ഇന്ന് അങ്ങോട്ട് പോകേണ്ട, കാശി സാറിൻ്റെ വീട്ടിൽ പോകണമെന്നപ്പോൾ ശ്രുതി നിനക്ക് ഇന്ന് പോകണമെന്ന് ചോദിച്ചപ്പോൾ, പോകണം, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, അവർക്കെല്ലാം പലഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് വെച്ചാൽ അഞ്ജലി മേഡം മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആ കടല മിഠായിക്ക് ഷുഗർ ഫ്രീയും കൊണ്ടുപോകണം, എന്തായാലും എല്ലാവരും പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ, എല്ലാവർക്കുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറയുന്നു. പിന്നെ കാണിക്കുന്നത് അഞ്ജലി ഫോണിലൊക്കെ നോക്കിയിരിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് ലാവണ്യ ഒരു വയലറ്റ് കളറുള്ള സാരി ഉടുത്ത് നല്ല സുന്ദരിയായി വരുന്നുണ്ട്. അഞ്ജലിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അഞ്ജലി ഇങ്ങനെ ആശ്ചര്യപ്പെടുന്നുണ്ട്. സാരി ഉടുത്തത് കണ്ടതിലല്ല. പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഈ സാരി ഉടുക്കണം, നിനക്ക് ഞാൻ റെഡ് കളർ സാരി അല്ലേ മേടിച്ച് തന്നേന്ന് പറഞ്ഞപ്പോൾ, അല്ല ചേച്ചി തന്ന പാക്കറ്റിൽ ഇതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ എന്നാ മാറിപ്പോയി, ശ്രുതിക്ക് കൊടുത്ത സാരി നിനക്ക് തരേണ്ടതായിരുന്നു, എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയല്ലോ മോളെ എന്ന് പറഞ്ഞപ്പോൾ, സാരമില്ല, നിനക്ക് എന്തായാലും ഈ കളറും നല്ല സുന്ദരിയായിട്ട് തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ, സത്യമാണോ ഞാനിതിൽ സുന്ദരിയാണോ എന്ന് ചോദിച്ചപ്പോൾ, അതെ നീ ഇതിൽ സുന്ദരി എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ പൂജാമുറിയൊക്കെ ഒരുക്കുന്നുണ്ട്. എല്ലാം ഡെക്കറേഷനൊക്കെ ശരിയായി, ശ്യാമൊക്കെ ഉണ്ട് ഒരുക്കുന്നു. അങ്ങനെ മുത്തശ്ശി ഇല്ല ആ സമയത്ത് മനോരമ പറയുന്നുണ്ട്, ഓരോ നൊക്കളാച്ചിയ കഴിഞ്ഞ തവണയൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, മാതേരം ഉണ്ടാക്കി വെക്കലൊക്കെ. അത് പറഞ്ഞപ്പോഴാണ്, അയ്യോ ശ്രുതിര മാതേരം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ലാവണ്യനോട് പറയുന്നുണ്ട്, അശ്വിൻ്റെ റൂമിൻ്റെ സൈഡിലായിരിക്കും, നീ ഒന്ന് പോയി എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ലാവണ്യ അവിടെ പോയി കഴിഞ്ഞിട്ട് അതൊക്കെ തിരിച്ച് വരുന്ന വഴിക്ക് അശ്വിനോട് പറയുന്നുണ്ട്, സാർ നീ താഴേക്ക് വരുന്നില്ലേ, അവിടെ എല്ലാ കാര്യങ്ങളും റെഡി ആയല്ലോ, വായോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തിരിഞ്ഞ് നടക്കുമ്പോൾ ശ്രുതി ഉണ്ടാക്കിയ മാതേരാണ്, അതിനൊരെണ്ണം താഴെ വീണുന്നുണ്ട്. അശ്വിനാണെങ്കിൽ അത് താഴെ വീണേക്കാൾ മുന്നേ ചാടി പിടിക്കുന്നുണ്ട്. ഓ നന്നായി നീ ഇത് പിടിച്ചത്, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് അവൾക്ക് ആ ശ്രുതിക്ക് ഇത് വിഷമായി, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ശരി നീ പേടിക്കേണ്ട, ഞാനിത് സൂക്ഷിച്ച് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാതേര നമ്മുടെ അശ്വിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ആ മാതേര താഴത്ത് വീഴുന്ന സമയത്ത് ശ്രുതിയുടെ കഷ്ടപ്പാടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മുഖത്ത് ആലോചിക്കുന്നുണ്ടായിരുന്നു, മുഖത്ത് ചെളി മണ്ണ് വീഴുന്നതും അതുണ്ടാക്കിയതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അശ്വിൻ പെട്ടെന്ന് ഫീലിംഗ് ആവുന്നുണ്ട്. അതേസമയം തന്നെ പിന്നെ മാതേരൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം കാണിക്കുന്നത് നല്ല കോണിമ്പല്ലടിക്കുന്ന സൗണ്ടാണ്. അപ്പം ആരായിരിക്കും ഈ സമയത്ത് എന്നൊക്കെ മുത്തശ്ശിയൊക്കെ ചോദിക്കുമ്പോൾ, അതെൻ്റെ ഫ്രണ്ട്സിന് ലാവണ്യ പറയും. അങ്ങനെ ലാവണ്യ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ 2 ഫ്രണ്ട്സുകളായിരുന്നു. അങ്ങനെ അവർ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന മോഡൽ പെൺകുട്ടികളായിരുന്നു. ഓ നീ എന്താടി കാണുന്നത്, സാരിയോ, നീ ഇങ്ങനെ ഒന്നല്ലല്ലായിരുന്നു, നിനക്ക് ഇതെനിക്ക് അഞ്ജലി ചേച്ചി ഗിഫ്റ്റ് തന്നത്, ആ ഗിഫ്റ്റ് തന്നത് എന്തായാലും നിനക്ക് ചേരുന്നതല്ലേ തരേണ്ടത്, ഞാനിപ്പോൾ ഇതൊക്കെ എനിക്കിത് സാരി ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ, ശരി ഇത് ഇപ്പം കണ്ടാൽ നിന്നെ ശരിക്കൊരു ഹൗസ് വൈഫ് പോലെ ഉണ്ടല്ലേടി എന്നൊക്കെ പറയുമ്പോൾ, അതകത്തുനിന്ന് മനോരമ കേൾക്കും. മനോരമക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്തുകൊണ്ട് പെണ്ണുങ്ങളാണ് ഒരു മാനത്തുനിന്ന് പൊട്ടി വന്നാണോ, സാരി എടുത്തവർ കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ആൻറ്റി മിണ്ടാണ്ട് പതുക്കനെ പറയും, എന്തിന് അവർക്ക് ഉറക്കനെ പറയാനുണ്ടെങ്കിൽ നമ്മളെന്തിനു ഷട്ടപ്പാക്കണത്,
എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവർ കൂട്ടുകാരികളെയും കൊണ്ട് അങ്ങോട്ട് വരുന്ന മുത്തശ്ശിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമസ്കാരം മക്കളെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ കുട്ടികൾ മുത്തശ്ശിനെ പരിഹസിക്കുന്നുണ്ട്. മക്കളോ, ആരുടെ മക്കൾ, ഇവരെ മക്കളാണോ നമ്മളെന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ അശ്വിൻ ശ്യാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ശ്യാം സാർ സുന്ദരനാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അഞ്ജലിക്ക് മുഖം ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ശ്യാം ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, ഒന്നുമില്ല ചുമ്മാ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പിന്നെ അഞ്ജലിനെ പരിചയപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് ആൻറ്റീനെ പരിചയപ്പെടുത്തും. ആൻറ്റി ആണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് മനോരമ ചോദിക്കുന്നത് ഹൗ ഓൾഡ് ആർ യു ഒക്കെ ചോദിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്താ നിങ്ങൾക്ക് ഇവിടെ ആദ്യം ജോക്ക് പറഞ്ഞു നിങ്ങളിങ്ങനെ ചിരിക്കാന്നൊക്കെ പറയുമ്പോൾ ലാവണ്യ വേഗം അവരെയും കൊണ്ട് മുറിയിലേക്ക് പോകും. അതിനുശേഷം പിന്നെ അടുക്കളയിൽ നിന്ന് രാമേട്ടൻ വരുന്നുണ്ട്. രാമേട്ടൻ വരുമ്പോൾ രാമേട്ടനോട് പറയുന്നുണ്ട്, രാമേട്ട പായസം റെഡിയായോ, പായസത്തിൽ പൈനാപ്പിൾ ഇടാണ്ട് ശ്യാമേട്ടന് മാറ്റി വയ്ക്കണം, പൈനാപ്പിൾ അലർജി എന്ന് അറിയാലോ എന്നപ്പോൾ അതൊക്കെ എനിക്കറിയാം കുഞ്ഞെന്ന് പറയുന്നുണ്ട്. അത് ശരി എന്ന് പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് സൗണ്ട് കേട്ടപ്പോൾ അത് ചിലപ്പോൾ ശ്രുതിയായിരിക്കും എന്ന് പറയുന്നത്. ഒന്ന് ചെന്ന് നോക്ക് രാമേട്ടാന്ന് ശ്യാമ് പറയുന്നുണ്ട്. സോറി ശ്യാമല്ല അഞ്ജലി പറയുന്നുണ്ട്. ശ്യാമ ആകെ വെട്ടി വരുന്നുണ്ട്. ശ്രുതി വരുന്നു വിചാരിച്ചതല്ലോ എന്നൊക്കെ. അങ്ങനെ രാമേട്ടൻ ചെന്ന് നോക്കുമ്പോൾ ശ്രുതി ആ ചുമപ്പ് സാരിയിൽ സുന്ദരിയായിട്ട് ഇങ്ങനെ കയറി വരുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ ശ്യാമാണെങ്കിൽ അവിടെ നിന്ന് വെട്ടി വയർക്കണ്. എവിടേക്ക് പോകും, എങ്ങനെ പോകുന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമിച്ച് പെട്ടെന്ന് തിരിഞ്ഞു പോകുമ്പോൾ ശ്യാമേട്ടൻ എവിടേക്ക് പോകുന്നു, ശ്യാമേട്ടൻ അവിടെ നിൽക്കുന്നെങ്കിൽ ആ ശ്രുതിയാണോ എന്ന് അറിഞ്ഞിട്ട് ശ്യാമേട്ടൻ പോയാൽ മതി. കുറേ നാളായില്ലേ ശ്രുതിയെ കാണാൻ നിൽക്കുന്നുണ്ടെങ്കിലും ശ്രുതിയെ കണ്ടിട്ട് ശ്യാമേട്ടൻ റൂമിലേക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് റൂമിൽ പോയിട്ട് വരാമെന്ന് പറയെങ്കിലും അഞ്ജലി സമ്മതിക്കുന്നില്ല. അങ്ങനെ ശ്യാമിന് എന്തായാലും അവിടുന്ന് പുറത്തേക്ക് പോകാനോ രക്ഷപ്പെടാനോ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതി കയ്യിൽ വലിയ ബോക്സ് പൊതിയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റും പലഹാരങ്ങളൊക്കെ ആയിട്ട് കയറി വരുന്നു. അങ്ങനെ ശ്രുതിനെയും കാണിക്കുന്നുണ്ട്. ശ്രുതിനെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാണ്ട് ശ്യാം ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ശ്യാമിന് എവിടെ പോകണം എന്നറിയാണ്ട് ശ്യാമിനെയും ശ്രുതിനെയും കൂടി ഒന്നിച്ച് കാണിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.